ശാങ്കുണ്ടി അല്ലേ? സുരസാൽമര്യ സുരസത്മക അജലശിശി. രാശിശീലം ഘടിപ്പിക്കാൻ പക്ഷേ ഇവിടെ ഒന്നെന്തെന്ന് ആദ്യം വിചാരിക്കും ദീവി. ദീവി എന്നൊരു ഇത് ഘടിപ്പിച്ചിട്ട് പിന്നെ ഇനി നമുക്ക് ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ എനിക്ക് എടുക്കാൻ ആദ്യം ഗ്രേട്ടാണ് വേണമെന്നെടുക്കാൻ. അത് നമുക്ക് പിന്നെ അത് രണ്ടാമത് എടുക്കാം. ആദ്യം ഒരു ദേവി എന്നെങ്കിലും ചിന്തിക്കുക. അതിന്റെ ഭേദം ചിന്തിക്കാൻ രാശിയും ദൃഷ്ടിയും അതിന്റെ ഭേദം ചിന്തിക്കാൻ ആ രാശിയും ദൃഷ്ടിയും സഹായകരമാണ്. ഇപ്പോ ജ്യോത്സ്യാഭിപ്രായത്തിലുള്ള ചൊവ്വാക്ഷേത്രസ്ഥിതിയും ചൊവ്വാദൃഷ്ടിയും ചന്ദ്രന്റെ കുറച്ചൊരു ഗൗരവം കൂട്ടുന്നതാണ്. രക്തവർണ്ണോ ബൃഹൽഗാത്ര ചതുഷ്പാത് രാത്രിവിക്രമീ പൂർവവാസീ അപ്പോ ആ അതിന്റെ രക്തവർണ്ണ ചുവന്ന വർണ്ണാണ്. രക്തവർണ്ണോ ബൃഹൽഗാത്ര വലിയ ശരീരമാണ്. ചതുഷ്പാത് അപ്പോ എന്തോ ഒരു 4 പദങ്ങളോട് കൂടി. അപ്പൊ ഈ ദേശപ്രധാനമായിട്ടുണ്ട് രാത്രി വിക്രമി. രാത്രി കാലത്തൊക്കെ തെറ്റുവചന പ്രത്യേകതകളോ രാത്രിയോട് ബന്ധപ്പെട്ടതാണ്. പൂർവവാസി വളരെ പ്രാചീനമായിട്ടുള്ള പൂർവപ്രദേശ. അല്ല പൂർവവാസി എന്ന് പറയുമ്പോ അല്ല അത് മാത്രമല്ല പൂർവപ്രദേശം എന്ന് വരുമ്പോ ഈ പൂർവപ്രദേശം ഇടവല്ലാശിക്ക് വിഷയം എന്ന് പറയുമ്പോ പൂർവപ്രദേശം എന്ന് പറയുന്നതായ ഒരു പോയ ഒരു ഭാഗത്തിനെ മറ്റൊരു തന്നെ. അതായത് മേടം രാശിയെ ഒരു കൂടി ഇവിടേക്ക്, അതായത് പൂർവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാശിയിലെ ഫലം കൂടി ഇതിലേക്ക് എന്നാണ്. അപ്പൊ പൂർവം എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥാനം, ആദ്യത്തെ സ്ഥാനം ആദ്യത്തെ വൈഷ്ണവാചരണ സങ്കേതമുണ്ടെങ്കിൽ ഈ ഭഗവതിയായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ശൈലജാരി രജോഗുണി സത്വശ്രീ സത്വമാണ്. ശൈലജാരി വനത്തില് ശൈലത്തിൽ ചരിക്കുന്നതാണത്, വനത്തിലുള്ളതാണ്. അഥവാ ഒരു പ്രത്യേകിച്ചിട്ട് ശൈലം ഒന്നിൽ പല വശങ്ങളും കാടും പർവ്വതങ്ങളും. വനത്തിലാണ് ശൈലം എന്ന് വെച്ചാൽ കാട്ടിലാണ് അതിന്റെ വാസം. രജോഗുണി രജോഗുണാണ്, സത്വഗുണമല്ല. കേവലം രജോഗുണത്തിലാണ്. ശൈലജാരി എന്നുള്ള പേര് തന്നെ ശൈലജാരി എനിക്ക് തന്നെയാണ്. അതായത് വനദുർഗ. ശൈലജാരി രജോഗുണി സത്വശ്രീ സത്വമുണ്ട്. ഒരു പ്രത്യേകിച്ചിട്ട് അത് ഇടവം രാശിയിൽ ആവശ്യമാണ്. അതിന്റെ രേഖാണ് ആദ്യത്തെ രേഖാണല്ലേ. അത്യാവശ്യവസ്ത്രവേഷ്ടിത കൃഷ്ണ